ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഉച്ചയൂണൊന്ന് കണ്ടാലോ? ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയതാണ് കേട്ടോ. നെയ്ച്ചോറാണേ. അതിൻ്റെ കൂടെ ഒരു പപ്പടവും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും. ഈ പുഴുങ്ങിയ മുട്ടയില്ലാത്ത നെയ്ച്ചോറും ബിരിയാണിയും ഒന്നും പറ്റത്തില്ലല്ലോ, അതൊക്കെ ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സലാഡ്, പിന്നെ ചിക്കൻ പെരട്ടാണേ. അങ്ങനെ ചിക്കൻ പെരട്ടും ഇത്രയും കൂടായിരുന്നു ഇന്നത്തെ ഉച്ചയൂണ്. ഇന്ന് എൻ്റെ പിള്ളേർക്ക് സ്കൂളിൽ എക്സാം തീരുന്ന ദിവസം, അപ്പോൾ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ലഞ്ചൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ അവർ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചാൽ സാധാ വെള്ളച്ചോറിനോട് ഭയങ്കര വിരോധം. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ റേഷനരിയോ എന്തുകൊണ്ട് ഈ മഞ്ഞ കളറും ഇട്ട് കുറച്ച് ചോറുണ്ടാക്കി വെച്ചാൽ ആ പാത്രമൊക്കെ കാലിയാക്കും. അതുകൊണ്ട് ഇന്ന് ഇത്തിരി വെറൈറ്റി ആയിട്ട് ജീരകശാല അരി കേട്ടോ, അത് വെച്ച് ഉണ്ടാക്കിയതാണ്. എൻ്റെ ജോലി എളുപ്പമാവും, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പം എന്തേ, നമ്മൾ പപ്പടവും കുറച്ച് സലാഡും ആ മുട്ട പുഴുങ്ങിയതും നാരങ്ങ അച്ചാറും എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കണം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ടല്ലേ പറയുന്നത്, സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യലൊക്കെ എന്താ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? അപ്പോൾ ഇത്രയുള്ള എൻ്റെ ചെറിയ ഉച്ചയൂണിൻ്റെ വിശേഷം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ. അപ്പോഴേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.